നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി UDF. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ 2 നാൾ ശേഷിക്കെ പാലക്കാട്ട് UDF പ്രവർത്തക യോഗം. പാലക്കാട് നഗരഭരണം BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കുക മുഖ്യ ലക്ഷ്യം. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജില്ലയിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും UDFന് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സർക്കാർ നയങ്ങൾ കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നു. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും പ്രതിനിധികൾ. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴി പ്രശ്നത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. രാമനാമ പുണ്യം ചൊരിഞ്ഞ് ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തി നിർഭരം. പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. UDF തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പാലക്കാട് ജില്ലയിൽ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം തുടങ്ങി. പാലക്കാട് നഗരസഭാ ഭരണം BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കുക എന്നതാണ് UDFന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജില്ലയിൽ പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിലും അധികാരത്തിൽ എത്താൻ കഴിയുമെന്ന് പാലക്കാട്ട് UDF യോഗം ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെയും പാലക്കാട്ടെ BJPയുടെ നഗരസഭാ ഭരണത്തിനെതിരെയും വിധിയെഴുതാൻ കാത്തിരിക്കുന്നവരാണ് വോട്ടർമാരെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ജനമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ള മാർഗം. സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭാ ഭരണാധികാരികളുടെയും കെടുകാര്യസ്ഥതയും വീഴ്ചയും ജനങ്ങളിൽ എത്തിക്കണം. CPMനോടും BJPയോടും വിയോജിപ്പുള്ളവരെ ചേർത്ത് നിർത്താൻ കഴിയണം. 23-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി വാർഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റി ജനം മടുത്തു. 10 വർഷക്കാലമായിട്ടുള്ള ഒരു ഭരണസമിതി. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഭരണസമിതി നിർമ്മിച്ച ഒരു നിർമ്മാണമാണിത് എന്ന് പറയാവുന്ന ഒരു കെട്ടിടം കാണിച്ചു പറ്റുമോ? ഇവർ തന്നെ തമാശയായിട്ട് പറയും 52 കൗൺസിലർമാരുടെ പേര് എഴുതി വെച്ചേക്കുന്ന ഏക ഒരു മൂത്രപ്പുരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. ഏക സ്ഥാനം അല്ലേ? ഏക സ്ഥാപനം മൂത്രപ്പുരയിലാണ് 52 കൗൺസിലർമാരുടെയും പേര് എഴുതി വെച്ചത്. മൂത്രപ്പുര നല്ലതാണ്. പക്ഷെ മൂത്രപ്പുര മാത്രമേ, ഒരു ഒറ്റ മൂത്രപ്പുര മാത്രമേ ഈ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് പോലെ പാലക്കാട് എന്ത് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ചയുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ ഒരു വീടും സ്ഥലമൊക്കെ കുറേ 5 ലക്ഷത്തിൽ താഴെ ടൗൺ വസ്തുത എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. വിൽക്കാൻ പോകുന്നത് വാങ്ങാൻ പോകുന്നവർക്ക് സന്തോഷമുണ്ട്. എന്താ തെളിയിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. എറണാകുളം നഗരത്തിലെ വസ്തുവിന്റെ മാർക്കറ്റ് കുറയുന്നു. എറണാകുളത്തെ വസ്തുവിന്റെ മാർക്കറ്റ് കുറയുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ റിയൽ ആളുകളുടെ ചോയ്സ് പാലക്കാട് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടത്തേക്ക് പുതിയ എത്ര പ്രോജക്റ്റുകൾ വില്ലാ പ്രോജക്റ്റുകൾ. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ A. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം MM ഹമീദ്, പാലക്കാട് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി സെയ്ദ് മീരാൻ ബാബു, VH അഷറഫ്, K. നാരായണൻ, കൃഷ്ണൻ, PH മുസ്തഫ, C. കിദർ മുഹമ്മദ്, മാധവ വാര്യർ, V. മോഹനൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രഫുൽകുമാർ, സേവിയർ, രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, ആസിഫ് കള്ളിക്കാട്, KP ഹസനുപ്പ, ശൈലജ, ശാന്തി നടരാജൻ, പുഷ്പവല്ലി നമ്പ്യാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം.
കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നതാണ് സർക്കാർ നയങ്ങളെന്നും വിമർശനമുണ്ടായി. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും ചർച്ചയ്ക്കിടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണം, വിലവിതരണം, വന്യജീവി ആക്രമണം, കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യ ലഭ്യതയില്ലായ്മ, കർഷകർക്കുള്ള പ്രോത്സാഹന വില കുറച്ചത്, നെല്ല് സംഭരണ വിഷയത്തിൽ BJPയുടെ കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ആശങ്ക അറിയിക്കുന്നതാണ് CPI ജില്ലാ സമ്മേളന റിപ്പോർട്ട്. സാമൂഹിക പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത രണ്ടാം ഇടതു സർക്കാർ CPI ഭരിക്കുന്ന വകുപ്പുകളിൽ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിനിധികൾ തുറന്നടിച്ചു. CPI മന്ത്രിമാർ സ്വന്തം വകുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഗൗരവത്തോടെ വിഷയങ്ങളെ സമീപിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിവിധ മേഖലയിലുള്ളവർക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. വൈദ്യുതി, പൊതുമരാമത്ത് വകുപ്പുകളിൽ അടിക്കടിയുണ്ടാകുന്ന വിവാദങ്ങൾ ആശ്വാസകരമല്ല. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുറന്നു കാണിക്കുന്നതിൽ സർക്കാർ പരാജയമാണ്. തിരുത്തപ്പെടേണ്ട വിഷയങ്ങളിലെ അറിയിപ്പുകളെയും വിമർശനങ്ങളെയും അവജ്ഞയോടെ കാണുന്നത് പ്രത്യാഘാതമുണ്ടാക്കും. 5 ലക്ഷം സർക്കാർ ജീവനക്കാർ എതിരായാൽ 5 ലക്ഷം കുടുംബങ്ങൾ എതിരാവുമെന്ന സത്യം തിരിച്ചറിയണം. CPMന്റെ കാൽച്ചുവട്ടിൽ നിൽക്കേണ്ട പ്രസ്ഥാനമല്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് CPI. വിഭാഗീയത കൊണ്ടു നടക്കുന്നവരോട് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുതെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴിയുടെ കാര്യത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. കുഴി വിഷയത്തിൽ തിങ്കളാഴ്ച കോർപ്പറേഷനിലെ 100 കേന്ദ്രങ്ങളിൽ BJP സമരം നടത്തുമെന്നും B. ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാത കുഴിയിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയപാത പണിയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത കമ്പനിയെ ഞങ്ങൾ കരിമ്പട്ടികയിൽ തള്ളി അവരെ ഒഴിവാക്കി. മാസങ്ങളായിട്ട് ദേശീയപാത ബ്ലോക്കാണ്, കുഴികളാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അവിടെ കുഴിയിടുന്നത് മനസ്സിലായിട്ടില്ലേ? അതിന് സമരക്കാത്ത എന്താ? ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ടല്ലോ. എവിടെ ചെയ്തു? ഒരു കാര്യം ചെയ്തോ, ദേശീയപാതകൾ എവിടെ കുഴി കാണിച്ചു? ഞങ്ങൾ നിങ്ങൾ ദേശീയപാതയില് എവിടെ കുഴിയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു റോഡിൽ എവിടെ കുഴിയുണ്ടെങ്കിൽ ദേശീയപാത ഇവിടുത്തെ കുഴി ഞങ്ങൾ സമരം, അവിടുത്തെ കുഴി സമരം, അങ്ങനെ ഒന്നുമില്ല. ദേശീയപാത കുഴി സമരം ചെയ്യും. ആരും ശരി അല്ല, അത് ഞങ്ങൾ തീരുമാനിച്ചു പറയാം. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഗുരുതിയമ്പറമ്പ് കോളനി റോഡ് ചളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പത്തിരിപ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചളിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുന്നതിനു വേണ്ടി ഒപ്പ് ശേഖരിക്കുകയും ചെയ്തു. കോളനിക്കകത്തെ റോഡ് ചളി നിറഞ്ഞതോടെ വിദ്യാർത്ഥികളും മുതിർന്നവരും സഞ്ചരിക്കാൻ കഴിയാതെ ഏറെ വിഷമത്തിലാണ്. വീടിനകത്തും മുറ്റത്തും ചളി കയറുന്നതും ദുരിതമായി. കൂടാതെ ചളി നിറഞ്ഞതോടെ കൊതുക് ശല്യവും ഏറെയാണത്രേ. ചളിയിലൂടെ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ കാലടക്കം വ്രണം ഉണ്ടായതായി വീട്ടമ്മമാർ പരാതിപ്പെട്ടു. ഒരു വഴിയില്ല, ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൂടെ പോകുന്നത്. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ പോരെ എത്ര കാലം വരെ ഞങ്ങൾ പോകും? ഈ റോഡ് ഇങ്ങനെ ആയാലും എന്റെ കുട്ടികൾക്ക് കാലിലൊക്കെ മുറി വരികയാണ്, പുണ്ണ് വരികയാണ്, കൊപ്പള എന്തൊക്കെ വരുന്നതെന്ന് അറിയാം. ഇവിടെ ഇരിക്കാൻ പറ്റണില്ല കുട്ടികൾക്ക്. കൊതു വരുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കൂടെ പോണത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തന്നാവണം. പലതവണ പരാതിപ്പെട്ടിട്ടും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. ആരോഗ്യവകുപ്പും ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. പ്രദേശത്തുകാരുടെ ദുരിതം കണ്ടാണ് വെൽഫെയർ പാർട്ടി വാഴ വെച്ച് പ്രതിഷേധിച്ചത്. പരിഹാരം വരെ പ്രതിഷേധങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. എന്താ കാട്ടുന്നത്? ആരും ഒന്നും പറഞ്ഞാ കേൾക്കണില്ലല്ലോ. നടക്കാൻ പറ്റില്ല. കാലൊക്കെ അളിഞ്ഞു. റോഡ് ഇങ്ങനെ നിലയിലായിട്ട് കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനോ യാതൊരു മാർഗവുമില്ല. രോഗികൾക്ക് വണ്ടി വരുന്നില്ല, ഏത് വണ്ടി വിളിച്ചാലും വരുന്നില്ല. ചളി കാരണം വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിത് സഹിക്കുന്നത്. ഇനി ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ ദയവായി ഞങ്ങൾ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നു. പഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗുരുതിയമ്പറമ്പിലെ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിലൂടെ നടക്കാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും കഴിയുന്നില്ല. വല്ലാത്ത ഒരു ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. വാർഡ് മെമ്പറിനോടും
മറ്റുള്ള അധികൃതരിനോടൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവർ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം ചെയ്തിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ഇവർക്ക് ഈ റോഡ് ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തിയാക്കി കൊടുക്കണം. ഇത് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. അല്ലെങ്കിൽ ഇതിലൊക്കെ കൊതുകുകളും മറ്റുള്ളതൊക്കെ കൂട് കിട്ടിയിട്ട് 4 പുറം ജനങ്ങളെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് വീടാന്തരം കയറിയിട്ട് അവർ കൊതുവിനെതിരായിട്ടുള്ള യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം റോട്ടിൽ പഞ്ചായത്തിൻ്റെ വകയല്ല, ഈ റോട്ടിലാണ് ഈ കൊതുകളുടെ എല്ലാ ശല്യവും കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുള്ളത്. എത്രയും യൂണിറ്റ് പ്രസിഡന്റ് ഉമ്മർ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ മാളിയേക്കൽ, നാസർ, റസാഖ്, യൂനസ്, കോളനിവാസികളായ സീനത്ത്, സുഹറ, കമൽ ലൈല, ഉമ്മുത്താത്ത, ഖദീജ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി അനസ് സക്കീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ വയോധികയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങി. ഭിത്തിക്ക് സമീപം സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലുകീറുന്നത് തടയണമെന്ന് അഭ്യർത്ഥിച്ച് 1 വർഷം മുമ്പ് റവന്യൂ അധികാരികൾക്ക് പരാതി നൽകിയിരുന്നുവെന്നും നടപടിയുണ്ടാകാതിരുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായതെന്നും വയോധിക പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഷൊർണൂർ തുടുവാലത്തൂരിൽ പറക്കോട്ടുകളത്തിൽ 60 വയസ്സുള്ള ജാനകിയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങിയത്. 60 വയസ്സുള്ള ജാനകിയും ഏക മകളുമാണ് ഇവിടെ താമസം. ശക്തമായ മഴ തുടർന്നാൽ വീടിൻ്റെ അടിത്തറ ഉൾപ്പെടെ ഇടിഞ്ഞിറങ്ങുന്ന അവസ്ഥയാണിവിടെ. വീടിനോട് ചേർന്ന കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി അതിനു മുകളിൽ സിമന്റ് കട്ടകൾ കൊണ്ട് കെട്ടിയ പാർശ്വഭിത്തിയാണ് പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങിയത്. 15 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടിൻ്റെ തറയോട് ചേർന്ന ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങിയതോടെ വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭാ അധികാരികൾ. എന്നാൽ ഈ വീട് വിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ആശങ്കയിലാണിവർ. ഇവരുടെ ഉടമസ്ഥതയിലുള്ള 4.5 സെന്റ് സ്ഥലത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. 1 വർഷം മുമ്പ് ഈ സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലുകീറിയത്. മണ്ണെടുപ്പ് വിനയായത് ഈ കുടുംബത്തിനാണ്. കരിങ്കല്ല് പടവുകൾക്ക് താഴെയുണ്ടായിരുന്ന വലിയ പാറക്കല്ലുകൾ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് റവന്യൂ അധികൃതർക്കും നഗരസഭയ്ക്കും ജാനകി പരാതി നൽകിയത്. വില്ലേജ് ഓഫീസർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. തഹസിൽദാരും അന്വേഷിച്ചതുപോലുമില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പാറ പൂർണ്ണമായി പൊട്ടിച്ചെടുത്തപ്പോൾ പാറയോട് ചേർന്ന് കിട്ടിയ ജാനകിയുടെ വീടിൻ്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിയുകയാണുണ്ടായത്. മഴ തുടർന്നാൽ വീടിൻ്റെ ഒരു ഭാഗം ഇടിയുമെന്ന അവസ്ഥയാണിപ്പോൾ. ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്. 4.5 സെന്റ് സ്ഥലമുണ്ട്. ഞാനിതിൻ്റെ സൈഡിൽ കൂടെ എന്താ മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിൽ കെട്ടിയതിൻ്റെ താഴത്ത് പള്ളിയിലെ കൃഷ്ണകുമാറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ എൻ്റെ മതിലും പിന്നെ അവൻ അതിൻ്റെ താഴെ കൂടെ ഒരു വെള്ളച്ചാല് പുതിയതായിട്ട് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയിൽ ഒരൊറ്റ ഭിത്തി കെട്ടിയിട്ടുള്ളൂ. ആ ഒറ്റ ഭിത്തിയുടെ എൻ്റെ മതിലിൻ്റെ ഇടയിൽ കൂടെയാണ് അവൻ ചാലിട്ടിരുന്നത്. ആ ചാലിൻ്റെ ഇടയിൽ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. അത് അവൻ കംപ്രസർ കൊണ്ടുവന്നിട്ട് JCB കൊണ്ടുവന്നിട്ട് കുറേ തിക്കി നോക്കി കിട്ടിയില്ല. അപ്പോൾ കംപ്രസർ കൊണ്ടുവന്നിട്ട് അവൻ അത് പൊട്ടിച്ചെടുത്തു. ആ പൊട്ടിച്ചെടുത്താലാണ് ഈ മതിൽ ഇതേ മതിലിനായി. എപ്പോഴാണ് പൊട്ടിച്ചെടുത്തത്? കഴിഞ്ഞ 24 5-ാം മാസത്തിലാണ്. അതിൽ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അവരത് നേരെ വില്ലേജിലേക്ക് വിട്ടു. വില്ലേജിൽ നിന്ന് ഇതിന്ന് വീണ്ടും ഒരു അന്വേഷണം വേണം, അവിടെ ചാലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം പറഞ്ഞിട്ട്. അവർക്ക് അവിടെ ചാലുണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുത്തത്. എൻ്റെ പ്രോപ്പർട്ടിക്ക് കേട് വരും, അതുകൊണ്ട് അതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിലും സമീപിച്ചത്, വില്ലേജിനും സമീപിച്ചത്. പക്ഷേ ഇത് രണ്ടും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ മുതലുടമ അവരെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റിയിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിന് എനിക്ക് യാതൊരു മറുപടിയും വന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയുടെ ദുരിതമാണ് വയോധികയും കുടുംബവും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നഗരസഭാ കൗൺസിലർ പ്രസാദ് പറഞ്ഞു. ഈ 1.5 വർഷക്കാലമായിട്ടും ഇതിനെതിരെ എന്താണ് നിങ്ങളുടെ പരാതിയെന്നോ അതിനെന്ത് നടപടി സ്വീകരിച്ചെന്നോ ഇവരോടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രക്രിയയോടും നടന്നിട്ടില്ല. അപ്പം വലിയൊരു ഉദ്യോഗസ്ഥത്തിലുള്ള വലിയൊരു വീഴ്ച ഈ പരാതിക്കാർക്ക് എതിരായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ മതിൽ വീണ സമയത്തും നമ്മൾ വില്ലേജ് ഓഫീസ്, നഗരസഭ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയിപ്പ് കൊടുത്തപ്പോൾ അവർ തിങ്കളാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് അത് പരിശോധിക്കാമെന്നുള്ള
തികച്ചും നിരുത്തരവാദപരമായിട്ടൊരു സമീപനമാണ് ഇന്നലെ അവരുടെ ഭാഗത്തുണ്ടായത്. പിന്നീട് അവരോട് കുറച്ച് ശബ്ദിച്ച് സംസാരിച്ചപ്പോഴാണ് അവർ വില്ലേജ് ഓഫീസറും നഗരസഭയിലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ വന്നിട്ടുള്ളത്. ഇത് തികച്ചും ഇവർക്കൊരു നീതി നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ മോശമായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ കോങ്ങാട് മേഖലാ സമ്മേളനം കോങ്ങാട്ട് സംഘടിപ്പിച്ചു. ക്ഷേമനിധി അംഗങ്ങളുടെ കുടിശ്ശിക, പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് P. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേമനിധിയിൽ 17ഓളം ആനുകൂല്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, 17ഓളം ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ഇന്ന് കൊടുത്തുകൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പെൻഷൻ തന്നെയാണ്. 4 വിധത്തിലുള്ള പെൻഷൻ ഈ ക്ഷേമനിധി ഇന്ന് കൊടുത്തുകൊണ്ടുവരുന്നു. അതില് 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്ന പെൻഷൻ, ആ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെൻഷനായ ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീ തൊഴിലാളി ക്ഷേമനിധി ചേർന്നു 60 വയസ്സ് വരെ പൈസ കഴിച്ചു, പെൻഷൻ പറ്റി, പെൻഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടാൽ. സംസ്ഥാന പ്രസിഡന്റ് KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M. ഗിരിജാദേവി, DCC അംഗം CN ശിവദാസൻ, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ, NKNTU ജില്ലാ പ്രസിഡന്റ് V. ഉഷാകുമാരി, ജില്ലാ ജനറൽ സെക്രട്ടറി MP ശോഭന, ജില്ലാ സെക്രട്ടറി K. സരോജിനി, അസംഘടിത തൊഴിലാളി സംസ്ഥാന സെക്രട്ടറി AC പുഷ്പലത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആനുകൂല്യങ്ങൾ കൂടുതൽ നേടിയെടുത്ത അംഗത്തിന് ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ക്ഷേമനിധി ആനുകൂല്യങ്ങളെക്കുറിച്ച് ക്ലാസും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായ പിഞ്ചുബാലൻ 3 വയസ്സുള്ള നിർവേദിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു നാട് മുഴുവൻ കൈകോർത്തു. പറളി ഓടന്നൂർ വലിയ പറമ്പിൽ നാരായണൻകുട്ടി നിത്യ ദമ്പതികളുടെ മകനായ നിർവേദിന് എപ്പറ്റോ സെല്ലുലർ നിയോപ്ലാസം എന്ന അപൂർവ കരൾ ക്യാൻസർ രോഗം ബാധിച്ചതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 40 ലക്ഷം രൂപ ശസ്ത്രക്രിയയ്ക്ക് മാത്രം കണ്ടെത്തേണ്ടതുണ്ട്. നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഓടന്നൂർ വലിയ പറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായി ബക്കറ്റ് പിരിവ് നടത്തി. കൊല്ലം കോട്ടുകുളം കളത്തിൽ ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചും ഓടന്നൂർ ശ്രുതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചു. ശനിയാഴ്ച ഓടന്നൂർ ജംഗ്ഷനിൽ വാഹനയാത്രക്കാരിൽ നിന്നും കളക്ഷൻ ശേഖരിച്ചിരുന്നു. വലിയ പറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ബക്കറ്റ് കളക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. കീഴത്തൂർ മസ്ജിദ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് KU താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ സലീം സഖാഫി, NP ഷാഹുൽ ഹമീദ്, ഷെയ്ഖ് മുജീബ് റഹ്മാൻ, ചന്ദ്രൻ, VV സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി VAM യൂസഫ് മാസ്റ്റർ സ്വാഗതവും ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പറമ്പ്, അയ്യങ്കുളം, കീഴത്തൂർ, പെരുങ്കുളങ്ങര തുടങ്ങിയ പ്രദേശങ്ങളാണ് ബക്കറ്റ് കളക്ഷൻ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയ വിശേഷ ചടങ്ങുകളുമുണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് കർക്കിടകം 30 ദിവസം നടത്തിവരുന്ന ആനയൂട്ടും മറ്റ് വിശേഷ പൂജകളും നടന്നത്. ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ആനയൂട്ട് നടന്നത്. പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ, ട്രഷറർ KV രാജൻ എന്നിവർ നേതൃത്വം നൽകി. കോങ്കന്നത്ത് ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാനുള്ള ചടങ്ങാണ് ഈ ആനയ്ക്ക് മഹാഗണപതി ഹോമം 23 വർഷമായി തുടർച്ചയായി പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം 23ാമത്തെ ആനയ്ക്കാണ് ഞങ്ങളെല്ലാവരും സഹകരിച്ച് നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളുമാണ് ഉന്നതരായ വളർച്ചയ്ക്ക് എല്ലാ കാരണങ്ങളിലും ഈ നാട്ടിലെ ഭക്തജനങ്ങളാണ്. അവർക്ക് ഞങ്ങളവിടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ.
ഷൊർണൂർ പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ തുടരുന്നു. ശനിയാഴ്ച ക്ഷേത്രത്തിൽ സംഗീതാർച്ചനയും രാമായണ പാരായണവും പ്രഭാഷണവുമുണ്ടായി. ഷൊർണൂർ പരുത്തിപ്പുറ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ദിവസവും വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഗീതാർച്ചന അരങ്ങേറി. ഡോക്ടർ KM ധന്യയുടെ നേതൃത്വത്തിലായിരുന്നു സംഗീതാർച്ചന. നേരത്തെ രാമായണ പാരായണവും പ്രഭാഷണവും ഉണ്ടായിരുന്നു. PV ആര്യ, ഡോക്ടർ KP ശ്രീദേവി, TM ഉഷ എന്നിവർ രാമായണ പാരായണം നടത്തി. ഡോക്ടർ CM നീലകണ്ഠൻ രാമായണ സന്ദസ്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. 23-ന് പരുത്തിപ്ര വൈഷ്ണവം ഗ്രൂപ്പിൻ്റെ പഞ്ചാരിമേളവും 24-ന് രാമായണ പദ്യഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാവ്യകളി എന്നിവയും നടക്കും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും നടന്നു വരുന്നുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. തൃശൂർ എൻഡ്യൂറൻസ് അത്ലറ്റിക് ക്ലബ്ബ് മാസം തോറും സംഘടിപ്പിക്കുന്ന മാരത്തോൺ മുള്ളൂർക്കര മാസ് ക്ലബിൻ്റെ സഹകരണത്തോടെ ഇരുന്നലങ്കോട്ട് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച ശേഷം 10 കിലോമീറ്റർ കൂട്ടയോട്ടത്തിലും പങ്കെടുത്തു. മെമ്പേഴ്സ്, പിന്നെ മാസ് ക്ലബിൻ്റെ മെമ്പേഴ്സ്, പിന്നെ ഇരുന്നലങ്കോട്ടിലെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ നമ്മുടെ നാട്ടുകാർക്കും ഓർഗനൈസേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതുപോലത്തെ ഭംഗിയായിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെ ഒരു നല്ലൊരു റൺ ഓർഗനൈസ് ചെയ്തത്. കാരണം നല്ലൊരു ഭംഗിയായിട്ടുള്ള റൂട്ടാണ്. നമ്മൾ ഏകദേശം 1 മണിക്കൂറിൽ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ 8 മണിക്ക് ഇത് ഫണ്ട് റണ്ണും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തേക്കും പതുക്കെ ഓരോ സ്ഥലം നിന്ന് വെള്ളച്ചാട്ടം കണ്ട് പിന്നെ ചെക്ക് ഡാം കണ്ട് മേളിൽ പാറയിൽ കയറിയിട്ട് തിരിച്ചമ്പലത്തിൽ കൂടെ തിരിച്ചിറങ്ങി വന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ പതുക്കെ എല്ലാ സ്ഥലത്തും നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ ആണ് എല്ലാ റണ്ണേഴ്സും ഓടിയത്. ഏകദേശം പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, മാസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രണവ്, ട്രഷറർ സുബിൻ, ക്ലബ്ബ് പ്രതിനിധി ഉണ്ണികൃഷ്ണൻ, KB എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വേദ ഗ്രൂപ്പ് ഇരുനിലംകോടും പരിപാടിയിൽ പങ്കെടുത്ത മുതിർന്ന അംഗങ്ങൾക്ക് സമ്മാനം സ്പോൺസർ ചെയ്തു. മെഡ്സ്റ്റാർ മുള്ളൂർക്കരയും മെഡിക്കൽ സപ്പോർട്ട് നൽകി. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും യുവാക്കളെയും മറ്റും സംരക്ഷിക്കുകയും കായികക്ഷമതയും ആരോഗ്യവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂട്ടയോട്ടം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്പുള്ളി പെരുവല ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അഭിനന്ദനം 2025 സംഘടിപ്പിച്ചു. SSLC, +2, അബാക്കസ്, LLB, MBBS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കാനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യാതിഥിയായി. ആ കാലഘട്ടത്തിൽ ഭഗവതിയെ തൊഴുകാൻ മദ്യപാനി ഉണ്ടാകും, അതല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരുണ്ടാകും, എല്ലാവരും ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തവരുണ്ടാകും. ഇപ്പൊ സുശീൽ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് പെലയാണ് വർഷങ്ങൾ ഞാൻ പുറത്തില്ലാത്തത്. ആ കാലഘട്ടത്തിൽ അതുണ്ടോ ഇല്ലേ നോക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരിക്കും. ഈ പൂതിരി ഭഗവതി കുറെ കല്ലിന്റെ അകത്ത് ഇരുന്ന് നോക്കാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളായ KU അച്യുതൻ നായർ, KU ശ്രീനിവാസൻ, പുഷ്പലത, സുശീല ടീച്ചർ, കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി VS നാരായണൻ സ്വാഗതവും ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊല്ലം കടക്കലിൽ നടന്ന അഗ്രിഫെസ്റ്റ് 2025 ഫോട്ടോഗ്രാഫിയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ മണി ചെറുതുരുത്തിയെ ആദരിച്ചു. STV ചെറുതുരുത്തി ബ്യൂറോ റിപ്പോർട്ടർ കൂടിയാണ് മണി ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി UDF. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ 2 നാൾ ശേഷിക്കെ പാലക്കാട്ട് UDF പ്രവർത്തക യോഗം. പാലക്കാട് നഗരഭരണം BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കുക മുഖ്യ ലക്ഷ്യം. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജില്ലയിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും UDFന് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA.
സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന CPM ശൈലിക്കെതിരെ CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സർക്കാർ നയങ്ങൾ കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നു. സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും പ്രതിനിധികൾ. ദേശീയപാത തകർച്ചയ്ക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴി പ്രശ്നത്തിൽ PWD NH വ്യത്യാസമില്ലാതെ പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ. രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. രാമനാമ പുണ്യം ചൊരിഞ്ഞ് ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ആനയൂട്ട് ഭക്തി നിർഭരം. പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.